പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു ദിനം കൂടി നിങ്ങളോടൊപ്പം ആയിരിക്കാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വീഡിയോ കാണുവാനും കേൾക്കുവാനും വേണ്ടിയിട്ട് നിങ്ങളേവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. എന്നെ കേൾക്കുകയും കാണുകയും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും ചൊല്ലുന്നു. അവിടെ എവിടെയെങ്കിലും നമ്മളായിരിക്കുന്ന നമ്മളെ ദൈവം കാത്തു പരിപാലിക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൃപയ്ക്കായി സ്നേഹത്തിനായി ഞാൻ നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നെന്നും. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നെന്നും. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ദൈവത്തിന് മഹത്വം. ഞാൻ പാടിയതുപോലെ നമ്മളെ അറിയാൻ, എന്നെ നിങ്ങളെയും അറിയാൻ, എന്നെ നിങ്ങളെ നടത്താൻ നമുക്ക് നമ്മുടെ കർത്താവ് കൂടെയുണ്ട്. ചൂടിൽ വാടിപ്പോകാതെയും വീണു പോകാതെയും മേഘസ്തംഭമായി നമുക്ക് നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കല്ലിടറാനോ കല്ലിൽ തട്ടിപ്പോകാനൊന്നും നമ്മുടെ കർത്താവ് ഒരിക്കലും നമ്മളേക്ക് ഇടവരുത്തുകയില്ല. ആ കർത്താവിന് നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. 1 Corinthians chapter 10 verse 13. കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്ന 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തെ നമ്മളിങ്ങനെ വായിക്കുന്നു. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ദൈവത്തിന് മഹത്വം. ഇത് നമ്മൾ വളരെ സുപരിചിതമായ വചനമാണ്. ആരെങ്കിലും ഏതെങ്കിലും പ്രയാസത്തിലെ പ്രതിസന്ധി നടുവിലായിരിക്കുമ്പോൾ ഇത് നമ്മളെ ഈ വചനം അവരോട് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ഇത് എൻ്റെ മരുഭൂമി യാത്രയുടെ ഒരു ഭാഗമായിട്ട് തന്നെ ഞാനത് എടുക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളെ പറ്റിയാണ് നാം വചനത്തിൽ വായിച്ചത്. ദൈവത്തിന് മഹത്വം. ചില സമയങ്ങൾ ദൈവമക്കളെ ചില സമയങ്ങളിൽ പരീക്ഷകൾ നേരിട്ടതായിട്ടുണ്ട്. നമുക്ക് ദൈവമക്കൾക്ക് പരീക്ഷകളും പ്രതികൂലങ്ങളും ശോധനകളൊന്നും വളരെ താല്പര്യമില്ലാത്ത ഒന്നാണല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്കും പരീക്ഷകൾ വരുമെന്നും അങ്ങനെ എല്ലാവരും വിശ്വസിക്കുന്നത്. എന്നെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. ഇങ്ങനെ ഒരു മരുഭൂമി യാത്ര എനിക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല, സ്വപ്നം കണ്ടിരുന്നില്ല. അത് കേട്ടപ്പോൾ എൻ്റെ മരുഭൂമി യാത്ര തുടക്കം എനിക്കൊരു ഷോക്കായിരുന്നു. എന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുത്തു. ദൈവത്തിന് മഹത്വം. എന്നാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ചെയ്യേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഞാൻ വിശ്വസിച്ചു. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നു, കർത്താവിന് വേണ്ടി എന്നാൽ പറ്റാവുന്നത് ചെയ്യുന്നു. അന്നുതൊട്ട് ഇങ്ങനെ ഒരു പരീക്ഷ വന്നല്ലോ എന്ന് ഞാൻ എൻ്റെ പ്രതിസന്ധിയുടെ ആദ്യത്തെ ദിവസം ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ എൻ്റെ ബെഡ്റൂമിൽ പോയിട്ട് ഞാൻ കരഞ്ഞു, ദൈവത്തോട് കരഞ്ഞു. എന്നാൽ എൻ്റെ ആത്മീയ പിതാക്കന്മാരും എൻ്റെ പ്രയർ ടീമിൻ്റെ പ്രയർ ഗ്രൂപ്പിൻ്റെ എല്ലാവരും എന്നെ വിളിച്ചു, എന്നോട് ആശ്വസിപ്പിച്ചു, എന്നെ ആശ്വസിപ്പിച്ചു വചനത്തിലൂടെ. ദൈവത്തിന് മഹത്വം. എന്നാലും എനിക്ക് ദൈവമക്കൾക്ക് ഇങ്ങനെ ഒരു ശോധനയുണ്ടല്ലോ എന്ന് വിശ്വസിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ വചനത്തിൽ പിന്നെ നമ്മുടെ സുവിശേഷത്തിൽ നമ്മുടെ വേദപുസ്തകത്തിൽ അനേക ദൈവഭക്തന്മാരുടെ കഥകളെല്ലാം വായിക്കുവാനും അതിലെല്ലാം ബലപ്പെടുവാനും എന്നെ തന്നെ ഒന്നും കൂടെ ഒരുക്കുവാനും എൻ്റെ ഈ മരുഭൂമി യാത്ര സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
നമ്മുടെ ദൈവമക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഓരോ ശോധനകൾ, ഓരോ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അറിയാം നാം എത്രത്തോളം ആത്മീയരായിരിക്കുന്നുവെന്നും എത്രത്തോളം നമ്മളെ വിശ്വാസത്തിൻ്റെ ആഴമുണ്ടെന്നും. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർത്തുപോയി, രക്ഷിക്കപ്പെട്ട് രക്ഷയിലേക്ക് വന്ന ആരൊക്കെങ്കിലും ആണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ശോധന ജീവിതത്തിൽ കടന്നു വരുമെങ്കിൽ അവർ തീർച്ചയായിട്ടും തളർന്നു പോകും. കാരണം അവർക്ക് വചനത്തിൻ്റെ അത്ര ആഴം അറിയത്തില്ല. അവിടെ വിശ്വാസത്തിലേക്ക് വന്നതേ ഉള്ളൂ, വിശ്വാസത്തിൽ അത്ര വർദ്ധിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ആരും തളർന്നു പോകുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിലെ മരുഭൂമി യാത്ര. എത്ര ശോധനകൾ പെട്ടെന്ന് വന്നാൽ നമ്മൾക്കത് സഹിക്കാൻ പറ്റത്തില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിക്കാനോ അത് അംഗീകരിക്കാൻ അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു ശോധനകൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അത് നമ്മളെ എത്രത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നമ്മളായിരിക്കുന്നുവെന്നും നമ്മളിങ്ങനെ എത്രത്തോളം ഇതിനെ തരണം ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിന് മഹത്വം. ദൈവമക്കൾക്കെല്ലാം പരീക്ഷ ഉണ്ടെന്നും എൻ്റെ ജീവിതത്തിൽ ഒരു ശോധനയുടെ അനുഭവം വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഒന്നുകൂടി എന്നെ ഉറപ്പിച്ചു, ഇത് എന്നിലുള്ള വിശ്വാസത്തിൻ്റെ യോഗ്യത വെളിപ്പെടുവാനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ ആത്മീയ പിതാക്കൾ, കൂട്ടു സഹോദരങ്ങളെല്ലാം വിളിച്ച് എന്നെ ആശ്വസിപ്പിക്കുകയും പറഞ്ഞ് മനസ്സിലാക്കുകയും തന്നു. ദൈവത്തിന് മഹത്വം, സ്തോത്രം. അതെല്ലാവരുടെയും അവരുടെ ആശ്വാസവാക്കുകളും ദൈവഭക്തന്മാരുടെ ബൈബിളിൽ ആയിരിക്കും ദൈവഭക്തന്മാർ കടന്നുപോയ അവസരം എന്നെ അറിയിച്ചപ്പോൾ എനിക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാനും ഉള്ള കൃപ ദൈവം തന്നു. ദൈവത്തെ സ്തുതിക്കാൻ. ദൈവത്തിന് സ്തോത്രം. പിന്നെ ദൈവവചനം വായിച്ചപ്പോൾ, പഠിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ കുറച്ചും കൂടെയൊക്കെ എനിക്ക് മനസ്സിലാക്കാനുള്ള കൃപയും എൻ്റെ ദൈവം എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മരുഭൂമി യാത്ര തുടങ്ങിയപ്പോൾ ഞാനൊന്ന് തീരുമാനിച്ചു, ഞാൻ ഈ നമ്മുടെ ബൈബിള് മൊത്തം വായിച്ച് തീർക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. അത് ഒരു പാട്ട് പോലും വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതെനിക്കൊരു വലിയ കുറ്റബോധമായിട്ട് ഞാനിപ്പോഴും കാണുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ പറ്റാത്ത, വചനം വായിക്കാൻ പറ്റാത്ത, നമ്മുടെ ബൈബിള് തുറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനപ്പം എനിക്ക് ഈ സമയത്ത് എൻ്റെ ബൈബിള് മൊത്തം വായിച്ച് തീർക്കാം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ ഇവിടുത്തെ ദേവദാസിനോട് പറയുകയും ചെയ്തു, പാസ്റ്റർ ഞാനിങ്ങനെ തീരുമാനം എടുത്തു, പക്ഷേ എന്നെക്കൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ വായിച്ച വചനത്തിലേക്ക് വരാം. വചനം ധ്യാനിക്കാം. നമ്മൾ വായിച്ച വചനത്തെ നമ്മൾ വായിക്കുന്നത്, ദൈവം വിശ്വസ്തനായ ദൈവത്തിൻ്റെ മക്കൾക്ക് പരീക്ഷകൾ തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കൾക്ക് പരീക്ഷകളുണ്ട്. നമ്മൾ ഉടനെ തന്നെ അതിനകത്ത് വചനം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് ഒന്നാമത്തെ കാര്യം, മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് എനിക്ക് മനസ്സിലായത്, മനുഷ്യർക്ക് നടപ്പില്ലാത്തൊരു പരീക്ഷ ദൈവം തരില്ല. ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്ക് ആർക്കും ഇല്ലാത്ത പരീക്ഷയും ദൈവം തരില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് എൻ്റെ ഒരു അനുഭവമാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ശോധനയുടെ സമയങ്ങളിൽ എനിക്ക് വളരെ ഒരു ധൈര്യമായിരുന്നു. ഇതിന് ഞാൻ തരണം ചെയ്യും. എനിക്കൊന്നും കൊണ്ട് ഒരു പ്രയാസമില്ലായിരുന്നു. ഒന്നും കൊണ്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുകയില്ല. ഇതിന് ഞാൻ തരണം ചെയ്യും എന്നൊക്കെ നല്ല ധൈര്യമായിരുന്നു. ഞാൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരെ പോകുമ്പോഴും ചിരിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ഡോക്ടേഴ്സ് വരെ ചോദിച്ചു, എൻ്റെ കൂട്ടുകാരി എൻ്റെ കൂട്ടത്തിൽ അവരുണ്ടായിരുന്നു, അവർ പോലും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇത്രയൊക്കെ കേട്ടിട്ട് ഒന്ന് കരഞ്ഞു കാണുന്നില്ലല്ലോ, എപ്പോഴും ചിരിച്ചുകൊണ്ടാണല്ലോ എന്ന് അവർ കേൾക്കുകയും എൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് മഹത്വം. എന്നാൽ ഈ വേദന ഈ ശോധന സഹിക്കാൻ വലുതായപ്പോൾ 3 ദിവസം രാവിലെ എഴുന്നേറ്റ് എൻ്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞു, എന്നെ എടുക്കുന്ന്. എനിക്ക് പറ്റുന്നില്ല എന്ന് ഞാൻ 3 പ്രാവശ്യം ദൈവത്തോട് പറയുകയുണ്ടായി. എനിക്ക് അത്രയ്ക്കും പ്രയാസമായിരുന്നു. പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്. എന്നെ ശക്തനാക്കാൻ മുഖാന്തരം എനിക്ക് സകലത്തിനും മതിയാവനെന്നും നേടുവാൻ കഴിയുന്ന കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ എന്നെ എടുക്കുന്ന 3 പ്രാവശ്യം ഞാൻ 3 പകൽക്കാലം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം കർത്താവിൻ്റെ വചനത്തിലൂടെ കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അന്നേരം തന്നെ അങ്ങനെ ചിന്തകൾ വന്നാലും കർത്താവ് അപ്പോഴും തന്നെ കർത്താവിനോട് പറയും, കർത്താവേ എന്നോട് ക്ഷമിക്കണം, എനിക്ക് ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഞാൻ വന്നു പോയതാണ്. എന്നാൽ എനിക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഞാനിതിൽ നിന്ന് പുറത്തു വരും.
എൻ്റെ കർത്താവിൻ്റെ ദൈവപ്രവൃത്തിയെ ഞാൻ കാണും. എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കുന്ന എനിക്ക് നല്ല ധൈര്യവും വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ടൊക്കെ പെട്ടെന്ന് വിശ്വാസത്തിൽ വരുന്ന മക്കളൊക്കെ ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ ഒരു വലിയൊരു ശോധന വരുമ്പോൾ അവരാകെ തളർന്നു പോകും. മാനസികമായിട്ട്, ശാരീരികമായിട്ട്, ആത്മീയമായിട്ട് അവർ തളർന്നു പോകും. നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇത്ര വർഷം കൊണ്ട് 23 വർഷത്തോളമായി, 25ാമത്തെ വർഷമാണ് ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട്. അപ്പോൾ എനിക്ക് അത്ര വിശ്വാസം ഞാൻ ഉറച്ചു. എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴം വളരെ വലുതാണ്. അതുകൊണ്ട് ഞാൻ വളരെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയും മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് കുറേ കൂടെയൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ സഹിക്കാൻ പറ്റാത്തപ്പോൾ ഞാൻ കർത്താവിനോട് ജീവനെടുക്കണമെന്ന് ഞാൻ പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രണ്ടാമതായിട്ട് ഈ വചനത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഏത് പരീക്ഷ ദൈവം തന്നാലും ദൈവം അതിൽ നീക്കുപോക്ക് വരുത്തുന്നുള്ളതാണ്. ഏത് പരീക്ഷയായിക്കോട്ടെ, നമ്മുടെ കർത്താവ് അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇതിൽ ഒരു പരീക്ഷകളും കടന്നു വരുന്നില്ല. കർത്താവ് തരുന്ന പരീക്ഷ സഹിക്കാനുള്ള കൃപയും കർത്താവ് നമുക്ക് തരും. അപ്പോൾ ആ പരീക്ഷകൾ കടന്നു പോകുമ്പോൾ അത് നീക്കുപോക്കും കർത്താവ് വരുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ കർത്താവ് നമുക്ക് പരീക്ഷകൾ തരുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഈ വചനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ എപ്പോഴും ഒവ്വ് എന്നാണല്ലോ, നമ്മളത് ഉറച്ച് വിശ്വസിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വേർതിരിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള വിശ്വാസം നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ വചനം നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം വിശ്വസ്തനാണെന്ന്. അപ്പോൾ ഈ പരീക്ഷകൾ വരുമ്പോൾ പരീക്ഷ തന്ന ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തത ദൈവം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ദൈവത്തെ നമുക്ക് വിശ്വസ്തം എന്ന് പറയാൻ കഴിയത്തില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം, എന്തെങ്കിലും ശോധനകൾ എന്തുമായിക്കൊള്ളട്ടെ വരുന്നാലും ഈ 3 കാര്യം നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പരീക്ഷ ദൈവം നമുക്ക് തരത്തില്ല. അതിന്മേൽ നീക്കുപോക്ക് കർത്താവ് വരുത്തും. ആ നീക്കുപോക്ക് നേരത്തെ ദൈവം കണ്ടുവച്ചിട്ടാണ് അത് നമുക്ക് പരീക്ഷകൾ തരുന്നത്. പിന്നെ നമ്മളെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ്, നമ്മൾക്ക് പരീക്ഷ തന്ന ദൈവം വിശ്വസ്തനാണ് കർത്താവ്. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തിലൂടെ 3 കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കണം. അത് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ ഉറപ്പിക്കുകയും നമ്മൾ ഈ പരീക്ഷകൾ കടന്നു പോകുമ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കൃപയും കർത്താവ് തരും. പിന്നെ നമുക്ക് പറയാനുള്ളത്, നമുക്കോട് ചോദിക്കാം. ഞാൻ പഴയ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ശോധനകൾ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുമ്പോൾ നമുക്കൊന്ന് ചോദിക്കാം ദൈവത്തോട്, ദൈവമേ, കർത്താവ് ഇതിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? വാട്ട് യു വാണ്ട് ഫ്രം മീ? നീ എന്താണ് ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ എന്താണ് ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് കർത്താവിനോട് നമുക്ക് ചോദിക്കാം. ഇതെന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് നീ എനിക്ക് തന്നു ചോദ്യം ചെയ്യാൻ നമുക്കൊരു അവകാശവുമില്ല. സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, ദൈവമക്കളെന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു യുദ്ധക്കളത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. അത് യുദ്ധം എന്ന് പറയുന്നത് ചെറുതാകട്ടെ വലുതാകട്ടെ, ഒരു യുദ്ധക്കളത്തിലാണ് നാം ആയിരിക്കുന്നത്. ആ യുദ്ധക്കളം നമുക്ക് എന്നും വിജയമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ യുദ്ധക്കളം എനിക്കോ നിങ്ങൾക്ക് ഉണ്ടോ, അതിനകത്ത് ജയമുണ്ട്. നമ്മൾ വിജയികളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നമ്മൾക്ക് ദൈവം ഒരു അഭിഷേകം തന്നിട്ടുണ്ടല്ലോ. നമ്മൾ കർത്താവിനെ നമ്മുടെ രക്ഷയിലേക്ക് വരുമ്പോൾ നമുക്കൊരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കർത്താവ് തന്നിട്ടുണ്ട്. അഭിഷേകം പൈസ കൊടുത്ത് വാങ്ങുന്നതല്ല. ആ കർത്താവ് തന്നിരിക്കുന്ന അഭിഷേകത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ശോധനകളെ തടയാനുള്ള കൃപയും നമ്മുടെ കർത്താവ് നമുക്ക് തരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ പരിശോധനകളിലെല്ലാം കടന്നു പോകുമ്പോൾ അത് രോഗമാകാം, ആത്മീയ വിഷയങ്ങളാകാം, കുടുംബ വിഷയങ്ങളാകാം, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളാകാം, എന്തുമായിക്കൊള്ളട്ടെ. അങ്ങനെയുള്ള ദിവസങ്ങളിലും അങ്ങനെ പല വിഷയങ്ങളുടെ കടന്നു പോകുന്ന പരീക്ഷകൾ കടന്നു അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ, ഈ ശോധനയോടെ കടന്നു പോകുന്ന എനിക്കൊന്ന് പറയാനുണ്ട്. നിങ്ങളെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ് വിശ്വസ്തനാണ്. വിശ്വസ്തനായ കർത്താവ് നമുക്ക് തരുന്ന പരീക്ഷകളിൽ അതിന് തരണം ചെയ്യാനുള്ള കൃപയും ശക്തിയും ബലവും കർത്താവ് തരും. ഒന്നും കൂടി നമ്മളെപ്പോഴും ഓർക്കണം, ഒരു പരീക്ഷ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണെന്ന്. നാം ഒരിക്കലും അത് തെറ്റായി ചിന്തിക്കരുത്. നമ്മുടെ ഈ പരീക്ഷയിലൂടെ നമ്മുടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം, അതിന് യാതൊരു സംശയമില്ല. ദൈവത്തിന് മഹത്വം. നമ്മളങ്ങ് താഴ്ത്തി ഏൽപ്പിച്ച് കൊടുക്കും, അത്രയേ ഉള്ളൂ. നമ്മളില്ലേ നിരപ്പ് പ്രാപിക്കണം, നമ്മൾ നിരപ്പ് പ്രാപിക്കണം. പിന്നെ നമ്മളിങ്ങനെ ഈ ശോധനകൾ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിമർശിക്കുന്നവർ കാണും. അതൊന്നും കാര്യമാക്കണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവത്തിന് മഹത്വം. ഞാൻ പലപ്പോഴും പറയുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എനിക്കൊരു അനുഭവം വന്നപ്പോൾ
ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഈ അനുഭവം വന്നു, എന്തുകൊണ്ട് ഈ ശോധന നമുക്ക് ഒരിക്കലും ചോദിക്കാനുള്ള അവകാശം നമുക്കില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലർ പറയും അവൾ തെറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൻ തെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവൾ ജീവിതത്തിലെ ശോധനകളെന്നൊക്കെ ആരും പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുമായിരിക്കും. അതൊന്നും കാര്യമാക്കണ്ട. അവർക്കെല്ലാം നമുക്ക് പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാനും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ നമ്മുടെ യേശുക്കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇങ്ങനെ വേദനിക്കുന്ന പല ശോധന കടന്ന് അനേകം നമ്മുടെ ചുറ്റുപാടിനുമുണ്ട്. അപ്പോൾ അങ്ങനെ ഓർക്കണം, ഞാൻ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് വേദനിക്കുന്ന ശോധനയുടെ പ്രതിസന്ധിയിൽ കടന്നു പോകുന്ന അനേകം എൻ്റെ ചുറ്റിനുമുണ്ടെന്ന് നമ്മളൊന്നും അങ്ങ് ചിന്തിച്ച് ആശ്വസിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നേക്കാൾ നിങ്ങളെക്കാൾ കഷ്ടം അനുഭവിക്കുന്ന വേദനിക്കുന്ന അനേകം നമ്മുടെ ചുറ്റിനുമുണ്ടെന്ന് അങ്ങനെയെങ്കിൽ നമ്മൾ അതും അങ്ങനെയും ചിന്തിച്ച് നമുക്ക് ആശ്വാസം കണ്ടെത്താം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സഹിപ്പാൻ കഴിയാത്ത പ്രശ്നങ്ങളും ദൈവം നമുക്ക് തരില്ല. ദൈവം വിശ്വസ്തനാണ്. ഞാൻ അല്പം പറഞ്ഞതുപോലെ നമുക്ക് സഹിപ്പാൻ കഴിയാത്തൊരു പരീക്ഷ വരാനും ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. ആമേൻ. പരീക്ഷകളെ നിയന്ത്രിക്കുന്ന ജീവിക്കുന്ന ആ യേശു കർത്താവ് നമ്മോട് എപ്പോഴും കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം വിശ്വസ്തൻ തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ഞാനും നിങ്ങളും നമ്മുടെ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരീക്ഷകളും പരിശോധനകളെല്ലാം കടന്നു വരുമ്പോൾ ദൈവം കൂടെ ഇല്ലെന്നല്ല നമ്മൾ പറയേണ്ടത്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് എപ്പോഴും പറയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. എന്ത് ശോധനയായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതിലൂടെ ഞാൻ തനിയല്ല, എൻ്റെ കർത്താവിനോട് കൂടെയുണ്ടെന്നുള്ള ആ ഒരു ചിന്തയും ഒരു വിശ്വാസവും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ മറന്നിട്ടല്ല, ദൈവം നമ്മൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, മറക്കുകയുമില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചില നമ്മളോട് ചോദിക്കുമായിരിക്കും, ദൈവം കൂടെ ഉണ്ടായിട്ടും ഇത്രയൊക്കെ ആരാധിച്ചിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും കർത്താവിന് വേണ്ടി പലതും ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ശോധന കടന്നു നമ്മളോട് ആരെങ്കിലും ചോദിക്കും. സ്തോത്രം. കാര്യമാക്കണ്ട. അവരുടെ അറിവില്ലായ്മ കൊണ്ടും അവരുടെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടൊക്കെ ആയിരിക്കും അവരങ്ങനെ ചോദിക്കുന്നത്. എന്നാൽ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ അവരോട് പറയാം, എൻ്റെ കർത്താവ് എനിക്കൊരു ശോധന തന്നെങ്കിൽ ആ ശോധന തന്ന കർത്താവ് തന്നെ ഇതിന്മേലൊരു ദൈവപ്രവൃത്തിയും തരും, ഇതിന്മേലൊരു വിടുതൽ തരുമെന്ന് നമുക്ക് അവരോട് പറയാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇങ്ങനെ പരീക്ഷയുടെ നടുവിലായിരിക്കുന്നുവെങ്കിൽ, ചെറിയതായ വലിയ യുദ്ധത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ ഞാനൊന്ന് പറയട്ടെ, ഈ വായിച്ച വചനത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. ആ വചനത്തെ ഓർത്ത് വിശ്വസിക്കുക. ആ വചനം ഏറ്റെടുക്കുക. അതിന്മേൽ ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പരീക്ഷകളിൽ, പരിശോധനകളിൽ, പ്രതികൂലങ്ങളിൽ ദൈവം പൂർണ്ണമായിട്ടും ഒരു വിടുതൽ തരുമെന്നുള്ള ഒരു വിശ്വാസം എനിക്ക് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങളൊന്നും സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് വരുവാനിക്ക തേജസ്സിനെ ഓർക്കുമ്പോൾ ഇതെല്ലാം സാരമില്ല എന്ന് എണ്ണുവാനും അത് വിശ്വസിക്കാനുള്ള കൃപ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ വായിച്ച ഈ വചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. എൻ്റെ കർത്താവ് എനിക്ക് സഹിക്കാൻ കഴിയാത്ത ഒന്നും തരത്തില്ല. എൻ്റെ കർത്താവ് ഇങ്ങനെ ഒരു ശോധന എന്നാൽ അതിന് തന്നെയുള്ള കൃപയും ശക്തിയും ആ നീക്കുപോക്കൾ എൻ്റെ കർത്താവ് എനിക്ക് തരും. എൻ്റെ വിളിച്ച് വേർപെടുത്തിയ കർത്താവ് വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ കർത്താവ് വിശ്വസ്തയോടെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും എന്നെ അനുഗ്രഹിക്കുമെന്നുള്ളൊരു വിശ്വാസം എനിക്ക് നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും പൂർണ്ണമായിട്ട് ആശ്രയിക്കാം. കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് അനേക വാഗ്ദത്തങ്ങളുണ്ടല്ലോ. ആ വാഗ്ദത്തങ്ങൾ എപ്പോഴും എന്ന് തന്നെയാണ്. നമ്മളതിന് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുകയാണ് വേണ്ടത്. സ്തോത്രം ചെയ്യുന്നു. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വമാണ്, കർത്താവിൻ്റെ വചനമാണ്. അപ്പോൾ നമ്മൾ ശോധനയിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വചനം വായിക്കുമ്പോൾ, വചനം നമ്മൾ സംസാരിക്കുമ്പോൾ അത് ഏറ്റെടുക്കണം. ഞാനിതിൽ വിശ്വസിക്കുന്നപ്പാ, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ ദൈവമേ, ഞാനിതിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നീ എനിക്കൊരു ഇതിന്മേൽ ദൈവപ്രവൃത്തിയുണ്ട്, ഒരു അനുഗ്രഹമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. ദൈവനാമം മഹത്വപ്പെടുന്നുള്ള ഉച്ചത്തിൽ നമ്മൾ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴോ വീട്ടിൽ നടക്കുമ്പോഴോ ഉച്ചത്തിൽ വിളിച്ചു പറയണം. പിശാചി ഇങ്ങനെ ഓടി നടക്കുവാണല്ലോ. നമ്മൾ എത്രത്തോളം മാനസികമായി ശാരീരികമായി പീഡിപ്പിക്കാൻ പറ്റുമെന്ന് ഒരു ശോധന കടന്നു വരുമ്പോൾ നമ്മൾ എത്രത്തോളം കൂടി നമ്മളെ പീഡിപ്പിക്കാൻ കഴിയുന്ന, മാനസികമായിട്ട് ക്ഷീണിപ്പിക്കാൻ നോക്കുന്നൊക്കെ പിശാചി ഇങ്ങനെ ചുറ്റിനും ഓടി നടക്കുകയാണ് നമ്മുടെ ചുറ്റിനും.
സിംഹം എന്ന പോലെ അലറിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ആ പിശാച് കേൾക്കെ പറയണം, ഈ തന്നിരിക്കുന്ന ശോധനയിൽ എൻ്റെ കർത്താവിൻ്റെ പ്രവൃത്തിയുണ്ട്. എൻ്റെ കർത്താവിനെ അനുഗ്രഹിക്കും. എൻ്റെ കർത്താവ് ഇതിനുമേൽ എനിക്ക് വിടുതൽ തരും. കഷ്ടതകളിൽ ഇറങ്ങി വന്ന് ജീവിപ്പിക്കുന്ന ദൈവം എനിക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഉച്ചത്തിൽ അത് ഡിക്ലെയർ ചെയ്ത് തുറന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ ആ പിശാച് കീഴടങ്ങും. ദൈവത്തിന് സ്തോത്രം. അന്നേരം പിശാചിനറിയാം ഇതിന്മേൽ ഈ ശോധനകൾ കടന്നു പോകുമ്പോൾ ഈ സഹോദരനെ തൊടാൻ എനിക്ക് കഴിയില്ലെന്ന് പിശാചിന് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഈ ദിവസം ഈ കേൾപ്പിച്ച വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം നമ്മളെ സഹായിക്കും. ദൈവം നമ്മൾക്ക് വിടുതൽ തരും. ദൈവം നമ്മളെ ബലപ്പെടുത്തും എന്നുള്ള വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേൾപ്പിച്ച വചനം നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം, ഏറ്റെടുക്കാം. എൻ്റെ കർത്താവ് പ്രവർത്തിപ്പൻ വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവീയ സമാധാനം, ദൈവീയ ശക്തി നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ എന്നും പറയുന്ന പോലെ കർത്താവിൻ്റെ ഹിതപ്രകാരമുള്ള ജീവിതമേ നമുക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമ നമ്മുടെ കർത്താവാണ്. നമ്മുടെ ആയുസ്സിൻ്റെ, നമ്മുടെ സൗഖ്യത്തിൻ്റെ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഉടമ നമ്മുടെ യേശുവാണ്. അത് നമ്മൾ എപ്പോഴും അറിയണം. നമ്മൾക്ക് ദൈവം നമ്മളെ സൃഷ്ടിച്ചു. നമ്മുടെ ജീവിതത്തിന്മേൽ നമുക്ക് യാതൊരു അധികാരവുമില്ല. നമ്മുടെ അധികാരി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവമാണെന്ന് എപ്പോഴും ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആരൊക്കെ തളർത്ത് വന്നാലും അവരോട് നമുക്ക് ധൈര്യത്തോടെ പറയാം, കൃപയിൽ ആശ്രയിച്ചിട്ട് പറയാം, എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ ആയുസ്സിൻ്റെ, എൻ്റെ ആരോഗ്യത്തിൻ്റെ ഉടമ എൻ്റെ കർത്താവാണ്. അതുകൊണ്ട് എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതം വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് അവരോട് പറയാനുള്ള അധികാരം, അവകാശം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളിലൂടെ നമ്മുടെ കർത്താവിനെ നാം മഹത്വപ്പെടട്ടെ. നമ്മുടെ കർത്താവിനെ നമ്മൾ എപ്പോഴും മഹത്വപ്പെടണം. നമ്മളെ കാണുന്ന കർത്താവിനെ കാണണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഈ വചനം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആദ്യമെല്ലാം വചനം വായിച്ചപ്പോൾ ശക്തിപ്പെട്ടു. എന്നാൽ ഞാൻ ഓർത്ത്, ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ, ദൈവമേ ഇത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഭർത്താവിനോട് പറഞ്ഞത് എൻ്റെ ജീവിതം എടുക്കാൻ പറഞ്ഞത്. എന്നാൽ ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് വിശ്വസിച്ചുകൊണ്ട്, കർത്താവിൻ്റെ കൃപയാൽ ഒന്ന് മാത്രം അനേകരുടെ പ്രാർത്ഥനയാലും ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വചനം ആയി ധ്യാനിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. മരുഭൂമി യാത്ര അതികഠിനം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതികഠിനം തന്നെയാണ്. ഇനിയും ഇപ്പം ഞാൻ ഈ ശോധന വന്നപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചപ്പോൾ, കർത്താവിൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിച്ചപ്പോൾ എൻ്റെ കർത്താവിനെ ഒന്നുകൂടി ഞാൻ സ്നേഹിക്കാനിടയായി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിനോട് ഒന്നുകൂടി അടുക്കുവാനിടയായി. എനിക്കെപ്പോഴും ഉള്ളത് എനിക്ക് എൻ്റെ കർത്താവിനെ കുറിച്ച് അനേകരോട് പറയണം. ഞാൻ അനുഭവിച്ച യാത്രയെക്കുറിച്ച് അനേകരോട് പറയണം, അവരെ ആശ്വസിപ്പിക്കണം. എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവരോട് പറയണമെന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ളൂ. അതിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ദൈവം വഴികൾ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ വീഡിയോ കാണുകൾക്ക് നന്ദി പറയുന്നു. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന സർഗ്ഗസ്ഥനായ പിതാവിന്റെ നിമിത്തം ഞങ്ങളെ വീണ്ടും സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാവശ്യയുടെ കർത്താവിൻ്റെ വചനമായി ഞങ്ങൾക്ക് ഒരുമിച്ച് ആയിരിപ്പം കർത്താവ് കൃപ ചെയ്തു. ബഹുമാനവും മഹത്വവും ഞങ്ങളുടെ കർത്താവിന് തരുന്നു. കർത്താവിന് നിന്ന് ധ്യാനിച്ച വചനത്തിന് മുമ്പ് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തൊരു പരീക്ഷ ദൈവം തരത്തില്ല. ദൈവം അറിയാതൊരു പരീക്ഷ ദൈവത്തെ വരുന്നില്ല. തരുന്ന പരീക്ഷ ദൈവം ഒരു നീക്കുമ്പോൾ കർത്താവ് വരുത്തിയുണ്ട്. കർത്താവ് വിശ്വാസനാണെന്നും ഈ വചനത്തിലൂടെ ഞങ്ങളൊന്ന് ധ്യാനിപ്പിക്കാനും കർത്താവ് ഞങ്ങൾ വിശ്വാസം ഒന്നും കൂടെ ഉറപ്പിക്കാനും കർത്താവ് ഇടയാക്കി. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും ചെറുതായ വലുതായ പരീക്ഷകൾ പരിശോധനകൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ കർത്താവ് ഇന്ന് ധ്യാനിച്ച വചനത്തിന് മുമ്പിൽ അവർ ഉറപ്പിക്കണം. അവർ വിശ്വാസത്തിൽ അവർ ഉറപ്പിക്കണം. അവരെ കൃപയെ നിറയ്ക്കണം. ഏത് സാഹചര്യങ്ങളിലായിരിക്കുന്നു അത് സഹിക്കാനുള്ള കൃപയും ശക്തിയും ദൈവം നൽകണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഞങ്ങൾ പരസ്പരം ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഓരോ ദിവസവും വിശുദ്ധിയോടെ വേർപെള കൃപയ്ക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധ ഞങ്ങൾ നടത്തണം. നിത്യജീവനിൽ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരും കാണുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ വരവ് ഞങ്ങൾ തള്ളപ്പെട്ട് പോകരുത് കർത്താവേ. ദൈവമേ സ്തോത്രം. അങ്ങ് പ്രസാദിപ്പിക്കുന്ന ജീവിതത്തിൽ ഞങ്ങളെ സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പരീക്ഷകളുടെ നടുവിൽ കർത്താവേ പിറുപിറുക്കാതെ അവിശ്വാസം ചിന്തകളൊന്നും വരാതെ മുന്നോട്ടുള്ള കൃപയ്ക്കാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സകല ബഹുമാനവും മഹത്വവും തരുന്നു. ഞങ്ങളായിരിക്കും ദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ ഓരോ മിശ്രന്മാരെ ഞങ്ങൾ രാത്രികാലം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ മൂല്യ ദൈവത്താൻ്റെ വചനം എത്തിച്ചേരുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ വഴികളും വാലും തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ സ്തോത്രം. പരസ്പരം ഞങ്ങൾക്ക് ഓരോരുത്തരും പ്രാർത്ഥനയിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥന യാചം കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം.